ഈ ലോകം നിശ്ശബ്ദമായിരിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മാഞ്ഞു തുടങ്ങുന്ന ആ പുലർവേളയിൽ പ്രകൃതി പോലുമൊന്ന് ശ്വാസമടക്കിപ്പിടിക്കുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തെയാണ് നമ്മുടെ പൂർവികർ ബ്രഹ്മമുഹൂർത്തമെന്ന് വിളിച്ചത്. ഓരോ ദിവസവും സൂര്യൻ ഉദിച്ചുയരുന്നത് വെറുമൊരു വെളിച്ചമായിട്ടല്ല, മറിച്ച് നമുക്കു മുന്നിൽ തുറക്കപ്പെടുന്ന പുതിയൊരു ജീവിതമായിട്ടാണ്. എന്നാൽ നമ്മളിൽ എത്ര പേർ ഈ സത്യം തിരിച്ചറിയുന്നുണ്ട്? ഓരോ പ്രഭാതത്തിലും അലാറം അടിച്ചാലുടൻ അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് ഫോണിലെ നോട്ടിഫിക്കേഷനുകളിലേക്ക് കണ്ണുനട്ട് വരാനിരിക്കുന്ന തിരക്കുകളെ ഓർത്ത് ആകുലപ്പെടുന്ന ഒരു തലമുറയായി നമ്മൾ മാറിയിരിക്കുന്നു. ഇതാണോ ജീവിതം? അതോ ഇതിലപ്പുറം നമ്മൾ അറിയാതെ പോകുന്ന എന്തോ ഒന്ന് പ്രകൃതി നമുക്കായി കരുതി വച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയ ചിന്താലോകത്തെ വിസ്മയിപ്പിച്ച ആചാര്യ ചാണക്യൻ ഇതിനൊരു ഉത്തരം നൽകിയിട്ടുണ്ട്. കേവലമൊരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നതിലുപരി മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും പ്രപഞ്ചശക്തിയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്നു പഠിപ്പിച്ച മഹാനായ ഗുരുവായ ചാണക്യൻ പറഞ്ഞ ആയുസ്സിന്റെ ആ വലിയ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഈ ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നത് രോഗങ്ങളെയും മരണത്തെയുമാണ്. എന്നാൽ മരണമെന്നത് അനിവാര്യമാണെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലമത്രയും പൂർണ്ണ ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഇരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. ഒരു മരത്തിന്റെ വേരുകൾ എത്രത്തോളം ആഴത്തിൽ മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുവോ അത്രത്തോളം ആ മരം കാറ്റിലും മഴയിലും ഉലയാതെ നിൽക്കും. അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന വൃക്ഷത്തിന്റെ വേരുകൾ ഉറപ്പിക്കേണ്ടത് ഓരോ ദിവസത്തെയും പ്രഭാതത്തിലാണ്. ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ ഉടൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അവന്റെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും തീരുമാനിക്കുന്നത്. ഇത് കേവലം വിശ്വാസങ്ങളുടെ പുറത്തല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് മനുഷ്യന്റെ ശരീരത്തിലെ ഊർജ്ജപ്രവാഹത്തെയും പ്രകൃതിയിലെ മാറ്റങ്ങളെയും ആഴത്തിൽ പഠിച്ച ശേഷമാണ്. നമ്മുടെ ഓരോ പ്രഭാതവും ഒരു യുദ്ധക്കളമായിട്ടല്ല, മറിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് തുടങ്ങേണ്ടത്. കണ്ണു തുറന്നാലുടൻ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച, ആദ്യം കേൾക്കുന്ന ശബ്ദം, ആദ്യം ചിന്തിക്കുന്ന ചിന്ത എന്നിവയ്ക്ക് നമ്മുടെ നാഡീവ്യൂഹങ്ങളെ നിയന്ത്രിക്കാനുള്ള വലിയൊരു ശക്തിയുണ്ട്. ചാണക്യൻ പറയുന്നു, നിങ്ങൾ ഉറക്കമുണർന്ന ഉടൻ നിങ്ങളുടെ ഉള്ളിലേക്കെന്ത് നിറയ്ക്കുന്നുവോ അതാണ് നിങ്ങളുടെ ദിവസത്തെയും ജീവിതത്തെയും നിർണയിക്കുന്നത്. നമ്മളൊരു പാത്രത്തിൽ ചളിവെള്ളമാണ് നിറയ്ക്കുന്നതെങ്കിൽ അതിൽ നിന്ന് തെളിനീർ ലഭിക്കില്ലല്ലോ. അതുപോലെ പ്രഭാതത്തിലെ ആദ്യ നിമിഷങ്ങൾ വെറുപ്പും ദേഷ്യവും തിരക്കും നിറഞ്ഞതാണെങ്കിൽ ബാക്കിയുള്ള സമയം മുഴുവൻ ആ നിഷേധാത്മകത നമ്മളെ വേട്ടയാടും. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എപ്പോഴും തളർച്ച അനുഭവപ്പെടുന്നത് എന്ന്, എന്തുകൊണ്ടാണ് എപ്പോഴും മനസ്സിനൊരു ഭാരമെന്ന്. ഇതിനുള്ള മറുപടി നിങ്ങളുടെ പുലർക്കാല ശീലങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടൻ നാം ചെയ്യേണ്ട ആ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മബോധത്തെ ഉണർത്തുക എന്നതാണ്. ചാണക്യൻ നിർദ്ദേശിക്കുന്നത് കണ്ണു തുറന്നാലുടൻ ആദ്യം തന്റെ കൈവെള്ളകളിലേക്ക് നോക്കാനാണ്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി എന്നു തുടങ്ങുന്ന ആ വരികൾ കേവലം ദൈവങ്ങളെ സ്തുതിക്കലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും വിദ്യയും ശക്തിയും ഇരിക്കുന്നത് സ്വന്തം കൈകളിലാണെന്ന വലിയൊരു ബോധ്യം സ്വയം നൽകലാണ്. ആ ആത്മവിശ്വാസത്തോടെ തുടങ്ങുന്ന ഒരു ദിവസം നിങ്ങൾക്ക് നൽകുന്ന കരുത്ത് അപാരമായിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്താണ്? കണ്ണു തുറന്നാലുടൻ കൈവെള്ളയ്ക്ക് പകരം മൊബൈൽ ഫോണിന്റെ നീല വെളിച്ചത്തിലേക്കാണ് നോക്കുന്നത്. മറ്റാരോ അയച്ച സന്ദേശങ്ങളും മറ്റു രാജ്യങ്ങളിൽ നടന്ന ദുരന്തങ്ങളും സോഷ്യൽ മീഡിയയിലെ മത്സരങ്ങളും നമ്മുടെ തലച്ചോറിലേക്ക് കുത്തിനിറയ്ക്കുന്നു. പ്രകൃതി ശാന്തമായിരിക്കുന്ന ആ സമയത്ത് നമ്മൾ മനസ്സിനെ അശാന്തമാക്കുന്നു. ഇതാണ് പല രോഗങ്ങളുടെയും മൂലകാരണമെന്ന് ചാണക്യൻ അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. രാവിലത്തെ ആ സുപ്രധാന നിമിഷങ്ങളിൽ പ്രകൃതിയുമായി സംവദിക്കാൻ അദ്ദേഹം പഠിപ്പിക്കുന്നു. ശുദ്ധവായു ശ്വസിക്കുക എന്നത് കേവലം ശ്വസനപ്രക്രിയയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ പ്രാണശക്തിയെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കലാണ്. പുലർച്ചെയുള്ള ആ കാറ്റിൽ ഒരു പ്രത്യേക ഔഷധഗുണമുണ്ടെന്ന ശാസ്ത്രം പോലും ഇന്ന് സമ്മതിക്കുന്നുണ്ട്. ചാണക്യൻ പറയുന്നു, ആയുസ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ സൂര്യോദയത്തിനു മുൻപേ ഉണർന്ന് തന്റെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കണം. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തുപോകുന്നതുപോലെ തന്നെ പ്രധാനമാണ് മനസ്സിലെ വിഷാദങ്ങളും ആകുലതകളും പുറന്തള്ളുന്നത്. പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സൊരു ശൂന്യമായ സ്ലേറ്റ് പോലെയാണ്. അതിൽ ആരെന്തെഴുതുന്നുവോ അതായിരിക്കും നമ്മുടെ അന്നത്തെ ജീവിതം. അവിടെ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതുക,
നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക, അല്ലാതെ ലോകത്തിന്റെ ചവറുകൾ അവിടെ നിറയ്ക്കരുത്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട്: അച്ചടക്കം. ഒരു പുഴ ഒഴുകുന്നത് അതിന്റെ കരകൾക്കുള്ളിലൂടെ ആയതുകൊണ്ടാണ് അത് നാടിന് ഗുണകരമാകുന്നത്. കരകൾ ഭേദിച്ചൊഴുകുന്ന പുഴ നാശം വിതയ്ക്കുന്നു. അതുപോലെ മനുഷ്യന്റെ ജീവിതവും അച്ചടക്കമുള്ളതാകണം. ഈ അച്ചടക്കം തുടങ്ങുന്നത് നമ്മുടെ ഉറക്കത്തിൽ നിന്നും ഉണർവിലുമാണ്. അമിതമായ ഉറക്കം ഒരു മനുഷ്യനെ ജീവച്ഛവത്തിന് തുല്യനാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അലസത എന്നത് സാവധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിഷമാണ്. രാവിലെ എഴുന്നേൽക്കാൻ മടിക്കുന്നവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട അവസരങ്ങളെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഈ ലോകത്ത് വിജയിച്ച എല്ലാ വ്യക്തികളും തങ്ങളുടെ വിജയത്തിന്റെ രഹസ്യമായി പറയുന്നത് പുലർച്ചെയുള്ള ഈയൊരു ശീലമാണ്. സൂര്യൻ ഉദിക്കുന്നതിനു മുൻപുണരുന്നവനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. കാരണം അവൻ പ്രകൃതിയേക്കാൾ ഒരു പടി മുന്നിലാണ് നടക്കുന്നത്. ചാണക്യൻ പങ്കുവയ്ക്കുന്ന മറ്റൊരു വലിയ രഹസ്യമെന്നത് രാവിലെ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചാണ്. രാത്രി മുഴുവൻ വിശ്രമിച്ച ശരീരത്തിലേക്ക് ആദ്യം ചെല്ലേണ്ടതെന്തായിരിക്കണം? അത് ശുദ്ധജലമായിരിക്കണം. ഈ വെള്ളം വെറുമൊരു ദാഹം മാറ്റലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അഗ്നിയെ ഉത്തേജിപ്പിക്കാനും ദഹനപ്രക്രിയയെ സുഗമമാക്കാനുമുള്ള മാർഗമാണ്. ആയുസ്സ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രഭാതത്തിൽ തന്നെ തങ്ങളുടെ ശരീരത്തെ ജലാംശം കൊണ്ട് നിറയ്ക്കണം. ഇത് ശരീരത്തിലെ കോശങ്ങളെ ഉന്മേഷമുള്ളതാക്കുന്നു. ഓരോ കോശവും ഉണരുമ്പോൾ നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിലൊക്കെയുപരിയായി ചാണക്യൻ പ്രാധാന്യം നൽകിയത് നമ്മുടെ ചിന്തകൾക്കാണ്. രാവിലെ എഴുന്നേറ്റാലുടൻ നിങ്ങൾ നിങ്ങളോട് തന്നെ എന്ത് സംസാരിക്കുന്നു? ഇന്നെനിക്കൊന്നിനും സമയമില്ല, ഇന്ന് വലിയ കഷ്ടപ്പാടായിരിക്കും, എനിക്ക് വയ്യ എന്നിങ്ങനെയുള്ള വാക്കുകളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് അത് തന്നെയാണ് നൽകുന്നത്. എന്നാൽ ഞാൻ ആരോഗ്യവാനാണ്, ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണ് എന്നുറപ്പിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ മാറ്റം തുടങ്ങുകയായി. ജീവിതമെന്നത് മനോഹരമായൊരു യാത്രയാണ്. എന്നാൽ ആ യാത്രയുടെ ദിശ നിശ്ചയിക്കുന്നത് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രഭാതങ്ങളാണ്. ചാണക്യൻ പഠിപ്പിച്ച ആയുസ്സിന്റെ രഹസ്യമെന്നത് കേവലം ആഹാരത്തിലോ വ്യായാമത്തിലോ മാത്രമല്ല, മറിച്ച് നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിലാണ്. ലോകം മുഴുവൻ ജയിക്കാനിറങ്ങി പുറപ്പെടുന്നതിനു മുൻപ് ആദ്യം സ്വന്തം മനസ്സിനെ കീഴടക്കുക. ആ മനസ്സാണ് നിങ്ങളുടെ ശരീരത്തെയും ആയുസ്സിനെയും നിയന്ത്രിക്കുന്നത്. പുലർച്ചെ ഉണർന്ന് കണ്ണടച്ചിരുന്ന് ശ്വാസമകത്തേക്കും പുറത്തേക്കും പോകുന്നത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നീങ്ങുകയാണ്. അവിടെയാണ് ആയുസ്സിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ആ ശാന്തതയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾ ലോകത്തിലെ ഒരു പുസ്തകത്തിലും ഉണ്ടാവില്ല. ഈ വിദ്യയാണ് ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയത്. ഓരോ വ്യക്തിയും തന്റെ ആയുസ് നീട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് തന്റെ പ്രഭാതങ്ങളെ വിശുദ്ധമാക്കുക എന്നതാണ്. തിരക്കുകളിൽ നിന്ന് ഒരൽപ്പം മാറി നിൽക്കുക. പ്രകൃതി നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുക. വരാനിരിക്കുന്ന നിമിഷങ്ങൾ എത്രയോ അത്ഭുതങ്ങൾ നിങ്ങൾക്കായി കരുതിവച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. നമ്മുടെ ശരീരത്തെ ഒരു മഹാക്ഷേത്രമായിട്ടാണ് ചാണക്യൻ കണ്ടിരുന്നത്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നമ്മുടെ ആത്മാവാണ്. ഒരു ക്ഷേത്രം എത്രത്തോളം ശുദ്ധിയായി സൂക്ഷിക്കുന്നുവോ അത്രത്തോളം അവിടെ ചൈതന്യം നിറയുന്നു. നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഇത് സത്യമാണ്. ചാണക്യൻ ആയുസ്സിന്റെ രഹസ്യമായി മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. അത് ആഹാരരീതിയാണ്. മിതാഹാരം അഥവാ മിതമായ ഭക്ഷണം കഴിക്കുക എന്നത് ദീർഘായുസ്സിനുള്ള ഏറ്റവും വലിയ ഔഷധമാണ്. പ്രഭാതത്തിൽ ഉണർന്നാലുടൻ നാം കഴിക്കുന്ന ആദ്യ ഭക്ഷണം നമ്മുടെ ശരീരത്തിലെ അഗ്നിയെ ഉണർത്തുന്നതാകണം. ദഹനപ്രക്രിയ ശരിയായി നടക്കാത്തതാണ് എല്ലാ രോഗങ്ങളുടെയും മൂലകാരണം എന്നദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ടാണ് അജീർണേ ഭേഷജം വാരി എന്നദ്ദേഹം പറഞ്ഞത്. അതായത് ദഹനക്കേടുള്ളപ്പോൾ വെള്ളം ഔഷധമായി പ്രവർത്തിക്കുന്നു. രാവിലെ ഉണർന്നാലുടൻ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മുടെ കുടലിനെ ശുദ്ധീകരിക്കുകയും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇത് ചർമ്മത്തിന് തിളക്കം നൽകുക മാത്രമല്ല, ആന്തരിക അവയവങ്ങളുടെ ആയുസ്സു വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയധികം നിയമങ്ങളെന്ന്. എന്നാൽ ചാണക്യൻ പറയുന്നത് ഒരു മനുഷ്യന്റെ അച്ചടക്കം അവന്റെ ആരോഗ്യത്തിന് കാവൽ നിൽക്കുന്ന ഭടനെപ്പോലെയാണെന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ശരീരം നിങ്ങളെയും സ്നേഹിക്കും. പുലർച്ചെ ചെയ്യുന്ന ലളിതമായ വ്യായാമങ്ങൾ അല്ലെങ്കിൽ യോഗ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ദിവസം മുഴുവൻ വേണ്ട ഊർജം നൽകുകയും ചെയ്യുന്നു. ഒരു യന്ത്രം പ്രവർത്തിക്കാതെ ഇരുന്നാൽ
അതിൽ തുരുമ്പ് പിടിക്കുന്നതുപോലെ ചലിക്കാത്ത ശരീരത്തിൽ രോഗങ്ങൾ കൂടുകൂട്ടും. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് കഠിനമായ വ്യായാമത്തേക്കാൾ ഉപരിയായി സ്ഥിരതയുള്ള ശീലങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നാണ്. ദിവസവും കുറച്ചു സമയം പ്രകൃതിയോട് ചേർന്ന് നടക്കുകയോ അല്പം ശ്വസനക്രിയകൾ ചെയ്യുകയോ ചെയ്യുന്നതുപോലും നമ്മുടെ ആയുസ്സിലേക്ക് മാസങ്ങളും വർഷങ്ങളും കൂട്ടിച്ചേർക്കും. മനുഷ്യന്റെ ആയുസ് വെറും വർഷങ്ങളുടെ എണ്ണമല്ല, മറിച്ച് അവൻ എത്രത്തോളം സമാധാനത്തോടെ ജീവിക്കുന്നു എന്നതാണ്. സമാധാനമില്ലാത്ത മനസ്സ് ശരീരത്തെ കാർന്നു തിന്നുന്ന ചിതലിനെ പോലെയാണ്. ചാണക്യൻ പഠിപ്പിച്ച മറ്റൊരു വലിയ രഹസ്യമെന്നത് മൗനമാണ്. പ്രഭാതത്തിലെ ആദ്യത്തെ 1 മണിക്കൂർ മൗനം പാലിക്കുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കും. ഈ ലോകം ബഹളങ്ങളുടേതാണ്. എല്ലാവർക്കും എന്തെങ്കിലും പറയാനുണ്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കേൾപ്പിക്കാനുണ്ട്. എന്നാൽ ആ ബഹളങ്ങൾക്കിടയിൽ സ്വന്തം മനസ്സിന്റെ ശബ്ദം നമ്മൾ കേൾക്കാതെ പോകുന്നു. രാവിലെ ഉണർന്നാലുടൻ കുറച്ചു സമയം മൗനമായിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കും. ആ നിശബ്ദതയിൽ നിന്നാണ് വലിയ തീരുമാനങ്ങൾ ജനിക്കുന്നത്. ആ നിശബ്ദതയിലാണ് നിങ്ങളുടെ സർഗാത്മകത ഉണരുന്നത്. ജീവിതത്തിലെ വെല്ലുവിളികളെ ശാന്തമായി നേരിടാനുള്ള കരുത്ത് ഈ മൗനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ഓടാറുണ്ട്. എന്നാൽ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നത് സ്വയം സ്നേഹിക്കാത്ത ഒരാൾക്ക് മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്നാണ്. രാവിലെ നിങ്ങൾക്കായി മാറ്റിവെക്കുന്ന ആ സമയം സ്വാർത്ഥതയല്ല, മറിച്ച് അതൊരു നിക്ഷേപമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിലും സന്തോഷത്തിലും നിങ്ങൾ നടത്തുന്ന നിക്ഷേപം. പലരും പറയാറുണ്ട്, എനിക്ക് സമയമില്ല എന്ന്. എന്നാൽ ചാണക്യൻ ചോദിക്കുന്നത്, സ്വന്തം ജീവനേക്കാൾ വലുതായി ഈ ലോകത്ത് നിങ്ങൾക്കെന്ത് തിരക്കാണുള്ളത് എന്നാണ്. ഒരു വൃക്ഷം അതിന്റെ ഇലകൾ പൊഴിക്കുന്നത് പുതിയ ഇലകൾ വരാനാണ്. അതുപോലെ പഴയ ശീലങ്ങളെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. ആ പഴയ ശീലങ്ങളാണ് നമ്മളെ തളർത്തുന്നതും രോഗികളാക്കുന്നതും. പകരം ചാണക്യൻ നിർദ്ദേശിച്ച ഈ പുലർകാല ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പുതിയൊരു ജന്മമായിരിക്കും. ആയുസ്സിന്റെ രഹസ്യമെന്നത് കേവലം മരണത്തെ തോൽപ്പിക്കലല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അർത്ഥവത്തായി മാറ്റലാണ്. ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൗര്യനെ പഠിപ്പിച്ചത് ഒരു ഭരണാധികാരിയാകുന്നതിനു മുൻപ് സ്വന്തം ശരീരത്തിന്റെ ഭരണാധികാരിയാകാനാണ്. സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ലോകത്തെ എങ്ങനെ നിയന്ത്രിക്കും? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, ഇന്നുകൂടിയൊന്നുറങ്ങാം, നാളെ മുതൽ തുടങ്ങാമെന്ന്. ആ മനസ്സിനെ വരുതിയിലാക്കുന്നവനാണ് യഥാർത്ഥ വിജയി. അതാണ് ചാണക്യൻ പറഞ്ഞ ഇന്ദ്രിയജയം. ആ ഒരു ചെറിയ നിമിഷത്തിലെ വിജയം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും. രാവിലെ 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുന്നത് പോലും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇരട്ടിയാക്കും. ആ ഉന്മേഷം നിങ്ങളുടെ തൊഴിലിടത്തിലും കുടുംബത്തിലും പ്രതിഫലിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ സ്വീകരിക്കുന്ന വിചാരങ്ങളും. ചാണക്യൻ പറയുന്നു, അസൂയയും ദേഷ്യവുമുള്ളവന്റെ ആയുസ് പെട്ടെന്ന് അവസാനിക്കും. ഈ വികാരങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ വിഷമുൽപ്പാദിപ്പിക്കുന്നു. പ്രഭാതത്തിൽ ഉണരുമ്പോൾ ലോകത്തോടും പ്രപഞ്ചത്തോടും നന്ദിയുള്ളവരായിരിക്കുക. ഈ പുതിയ ദിവസം കാണാൻ കഴിഞ്ഞത് ഒരനുഗ്രഹമായി കാണുക. ആ നന്ദി പ്രകാശനം നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളെ ലഘൂകരിക്കും. പുഞ്ചിരിയോടെ തുടങ്ങുന്ന ഒരു ദിവസം നിങ്ങൾക്ക് ചുറ്റുമൊരു പോസിറ്റീവ് ഊർജ്ജവലയം തീർക്കും. അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുമായി ഇടപഴകുന്നവരെയും സന്തോഷിപ്പിക്കും. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ സമൂഹത്തിനൊരു മുതൽക്കൂട്ടാണ്. തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ ആവശ്യമായ ആയുസ് നേടിയെടുക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. ഒരു മെഴുകുതിരി കത്തുന്നതുപോലെയാണ് ജീവിതമെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ചാണക്യൻ പറയും, ജീവിതം ഒരു നക്ഷത്രം പോലെയാകണമെന്ന്. സ്വയം പ്രകാശിക്കുന്ന, മറ്റുള്ളവർക്ക് വഴികാട്ടുന്ന ഒരു നക്ഷത്രം. അതിനുവേണ്ട ഊർജ്ജം നമ്മൾ കണ്ടെത്തേണ്ടത് പുലർകാലത്തെ ഈ ചെറിയ ശീലങ്ങളിലൂടെയാണ്. ചാണക്യൻ തന്റെ വരികളിലൂടെ നമ്മോട് സംവദിക്കുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നാണെങ്കിലും ആ വാക്കുകൾക്കിന്നും ജീവനുണ്ട്. കാരണം അവ പ്രകൃതിയുടെ സത്യങ്ങളാണ്. ആധുനിക വൈദ്യശാസ്ത്രം പോലും ഇന്ന് ചാണക്യന്റെ ഈ നിരീക്ഷണങ്ങളെ ശരിവയ്ക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും പുലർച്ചെയുള്ള ഈ ശീലങ്ങൾ അത്യാവശ്യമാണെന്ന് ഇന്ന് ലോകം തിരിച്ചറിയുന്നു. നമുക്ക് ലഭിച്ച ഈ ജീവിതം ഒരിക്കൽ മാത്രമേയുള്ളൂ. അത് രോഗങ്ങൾക്കും വിഷാദത്തിനും വിട്ടുനൽകാൻ പാടില്ല. ചാണക്യൻ പറഞ്ഞ ആയുസ്സിന്റെ രഹസ്യം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലുണ്ട്. ഇത് വെറുമൊരു അറിവായി മാത്രം സൂക്ഷിക്കരുത്. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഒരു മാറ്റത്തിന് തയ്യാറാകുക. നാളത്തെ പ്രഭാതം നിങ്ങൾക്കായി പുതിയൊരു പ്രകാശം കൊണ്ടുവരും. ആ പ്രകാശത്തിൽ നിങ്ങളുടെ ആരോഗ്യം തിളങ്ങട്ടെ, നിങ്ങളുടെ ആയുസ്സ് വർദ്ധിക്കട്ടെ. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ തന്നെയാണ്. ആ ശില്പം മനോഹരമാക്കാൻ ചാണക്യന്റെ ഈ മഹത് വചനങ്ങൾ നിങ്ങളെ സഹായിക്കും. ജീവിതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ.
ഓരോ പുലരിയും നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകളും കരുത്തും നൽകട്ടെ. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെയും ധന്യമാക്കട്ടെ. ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, പ്രപഞ്ചം മുഴുവൻ നമ്മെ സഹായിക്കാൻ കാത്തിരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ആ സഹായം സ്വീകരിക്കാൻ തയ്യാറാകുക എന്നത് മാത്രമാണ്. ആയുസ്സും ആരോഗ്യവും നിറഞ്ഞ ഒരു നല്ല നാളേക്കായി നമുക്കൊരുമിച്ച് നീങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക. ചാണക്യന്റെ ഈ ജീവിത രഹസ്യങ്ങൾ എല്ലാവരിലേക്കും എത്തട്ടെ. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ്. നന്ദി, നമസ്കാരം.